ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ടത് കുറേ വലിയ ജീവനുള്ള ഞണ്ടുകളെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതാണ്. അതിലൊരു ഞണ്ടിനെ എടുത്തിട്ട് ഞാൻ വെളിയിൽ വെച്ചിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അതിൻ്റെ ഷൂട്ടിംഗ് നടത്തിയിട്ട് ദർശുവിനെ കൊണ്ടുവന്നിട്ട് അവനെ കാണിച്ചു. എന്നിട്ട് അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരുടെ പുറവശത്തേക്ക് പോയി. അങ്ങനെ ഞണ്ടിനകത്തോട്ട് വെള്ളമൊക്കെ ഒഴിച്ചു. അപ്പോൾ അത് കുറച്ചും കൂടി എനർജി കിട്ടിയ പോലെ അതെല്ലാം കൂടി ചാടി വെളിയിലിറങ്ങാൻ ശ്രമിച്ചു. എൻ്റെ ഫേവറേറ്റ് ഡിഷാണ് ഞണ്ട് കറി. പിന്നെ ദർശനെയൊക്കെ എടുത്ത് അച്ഛൻ ആ ഞണ്ടിനെ എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ അവൻ പേടിച്ചിട്ടൊക്കെ പുറകോട്ട് പോവുകയാണ്. പിന്നെ അച്ഛൻ രണ്ട് ഞണ്ടിനെയൊക്കെ എടുത്ത് കൈ വെച്ച് എന്നെ കാണിക്കുക. പിന്നെ അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഞണ്ടിൻ്റെ കെട്ടി വെച്ചിരിക്കുന്ന കാലം കഴിഞ്ഞു പോയത്. ആകെ പ്രശ്നമായി. ഞണ്ട് വെളിയിലൊക്കെ ചാടിപ്പോയി. ഞങ്ങളെല്ലാവരും കടിക്കാനൊക്കെ വന്നു. ഞാൻ ഓടി അകത്ത് കയറി. പിന്നെ വേറൊരു ഞണ്ട് എവിടെയൊക്കെ ഓടിപ്പോന്നു. അതിൻ്റെ പുറകെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് ഞാനും പോന്നു. കാരണം ഈ ഞണ്ടിന് കടിക്കുന്ന കാലില്ലാത്തതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ അതിൻ്റെ പുറകിന് പോയത്. പിന്നെ ആ വലിയ കെട്ടഴിഞ്ഞു പോയ ഞണ്ടിൻ്റെ ഒരു കാല് ഒടിക്കാനായിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ കത്തി കൊണ്ട് സ്റ്റക്ക് ചെയ്ത് വെച്ചിട്ട് അമ്മയോട് അച്ഛൻ പറഞ്ഞു ആ കാലിങ്ങനെ ഒടിച്ചെടുക്കാൻ. അത് ഭയങ്കര ഹാർഡായിരുന്നു. വലിയ ഞണ്ടായതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു അത് ഒടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അമ്മയ്ക്കത് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അച്ഛനത് ഒരൊറ്റ ട്വിസ്റ്റിൽ അതിനെ ഒടിച്ചെടുത്തു. അങ്ങനെ ആ കാലെടുത്ത് അങ്ങോട്ടിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞണ്ടൊക്കെ ബാക്കിയുള്ളതിനെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ വെളിയിലേക്ക് പോയിട്ട് ജസ്റ്റ് അകത്തോട്ട് വന്നപ്പോഴത്തേക്ക് കറിയൊക്കെ റെഡി ആവാറായി. പിന്നെ കപ്പ ഞണ്ട്, പിന്നെ കുറച്ച് ഞണ്ടിനെ ഇങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാല് നോക്കുമ്പോൾ അത് കറി കിടന്ന് അനങ്ങുന്നു. കാരണം ജീവനുണ്ടെന്ന് പറഞ്ഞു കാലിന്. പിന്നെ രാവിലെ കപ്പയും ഞണ്ടുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ദർശുവിന് ഞണ്ട് പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഉച്ചയ്ക്ക് ഞണ്ട് പപ്പാസും ചോറുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കയ്യിരിക്കുന്ന ഒരു വലിയ ഞണ്ട് പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ കത്തിയൊക്കെ വെച്ച് പൊട്ടിച്ചിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ. പിന്നെ ഒരു വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.